നടൻ ബാലയ്ക്കെതിരെ മകൾ അവന്തിക രംഗത്തെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു. പിന്നാലെ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ അമൃത സുരേഷും തന്റെ സോഷ്യൽ മീഡിയ വഴി രംഗത്തെത്തി. ബാല ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും തന്നെ സ്ഥിരമായി ഉപദ്രവിക്കുമായിരുന്നുവെന്നും മകളെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നുമാണ് അമൃത സുരേഷ് വെളിപ്പെടുത്തിയത്. ബാലയുടെ വീട്ടിൽ നിന്നും താൻ ജീവനും കൊണ്ട് ഓടുകയായിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു. തന്റെ കുടുംബത്തിനെതിരെ നടക്കുന്ന വിമർശനങ്ങൾക്കെതിരെ അമൃതയുടെ സഹോദരി അഭിരാമിയും തന്റെ സോഷ്യൽ മീഡിയ വഴി മറുപടി നൽകുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ഒരാളുടെ കമന്റിന് അഭിരാമി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മൊബൈൽ ക്യാമറ ഓണാക്കി കൊടുത്ത് ആ പാവം കുഞ്ഞിനെ കൊണ്ട് പൊതുമധ്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയിപ്പിച്ച് ഇപ്പോൾ കിടന്ന് രണ്ടുപേരും കൂടെ മൂങ്ങാതെ ഓട് എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത്. പിന്നാലെ നിരവധി പേർ അമൃതയ്ക്കും അഭിരാമിക്കും പിന്തുണയുമായി എത്തി. ഇതിനിടെയാണ് അഭിരാമി തന്നെ മറുപടിയുമായി എത്തിയത്. ഇറങ്ങിപ്പോടോ, കാര്യങ്ങൾ അറിയാതെ കിടന്ന് സംസാരിക്കുന്നു, ഈ ആക്രമണം അവസാനിപ്പിക്കുക, കുറെ നന്മവരങ്ങൾ വരുന്നു, ഒരു പെണ്ണിനെയും കുടുംബത്തിനെയും വേട്ടയാടുന്നവനെയൊക്കെ വലിയ നന്മ പറഞ്ഞ് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അഭിനയിക്കാൻ അറിയാവുന്നവർക്കൊക്കെ കണ്ണീരൊഴുക്കാനും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും, അതും ഇത്രയും പാട്രിയാർക്കലായ ഒരു നാട്ടിൽ. പക്ഷേ മനസാക്ഷിയെ തൊട്ട് പറയടോ, 18-19 വയസ്സുള്ള ഒരു ചെറിയ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന പട്ടിയെ പോലെ ഇട്ട് തല്ലി തമിഴ്നാട് പൊണ്ടാട്ടി നയം കാണിച്ചത് മിണ്ടാതിരിക്കണമായിരുന്നു അവർ. ശരി, സമ്മതിച്ചു. അത് കഴിഞ്ഞ് അവർക്കൊരു തെറ്റ് പറ്റി. പക്ഷേ സ്വന്തം തള്ളയെ തല്ലിയും ആട്ടിയും വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്ന ഒരു അച്ഛനെ താനൊക്കെ ബഹുമാനിക്കുമോ? നല്ല നട്ടിലുള്ള ആൺപിള്ളേരാണെങ്കിൽ 10ാം വയസ്സിലെ നിന്നേനെ ഈ ഷോ ഓഫ്. മതിയായി. അവരുടെ കരിയറും ജീവിതവും ഗ്യാസ് ലൈറ്റിംഗ് ചെയ്ത് നശിപ്പിച്ചു. ഇനി ആ കുഞ്ഞിനെ വെച്ച് സെന്റിമെന്റ്സ് വാങ്ങുമ്പോൾ അതിനെ നാട്ടുകാരിട്ട് ആട്ടുന്നതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാതെ കണ്ണീരൊഴുക്കി സെന്റിമെന്റ്സ് അവിടെയും വർക്കൗട്ട് ചെയ്യുന്ന ഇയാളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു? സ്വന്തം അനുഭവം വരുമ്പോൾ കാണാം, സ്വന്തം ചേച്ചിക്കോ അനിയത്തിക്കോ വരുമ്പോൾ കാണണം തന്റെയൊക്കെ നന്മ എന്നാണ് അഭിരാമി പറയുന്നത്. ഓൺലൈൻ ആങ്ങളെ കളിക്കേണ്ടത് നാട്ടിലെ ഒരു പെൺകൊച്ചിനെയും കുടുംബത്തെയും വലിച്ചു കീറുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ കള്ളക്കണ്ണീർ കാണിക്കുന്ന പ്രൊഫഷൻ തന്നെ അഭിനയമായവരെ അല്ല എന്നും അഭിരാമി പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും തന്റെ കുടുംബത്തിനെതിരെ വന്ന മോശം കമന്റുകൾക്കും അഭിരാമി മറുപടി നൽകിയിരുന്നു. തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും തങ്ങളെ ഇയാളിങ്ങനെ വേട്ടയാടുന്നത് ശരിയല്ല, അത് നിൽക്കാതെ ജീവിച്ചു കാണിച്ചാലും തങ്ങളെ സമൂഹം പഴിക്കുകയുള്ളൂവെന്നും മരിക്കണമെന്ന ചിന്തകളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ അയാളുടെ ഈ 10-15 വർഷമായുള്ള ടോർച്ചർ. ചേച്ചിയെ പറ്റിയ സംഭവമാണെങ്കിലും ഇതെന്റെ കുടുംബത്തിന് തന്നെ ശിഥിലമാക്കിയ സത്യമാണ്. എന്നിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ കുറെ കള്ളക്കണ്ണീരും സേവനങ്ങളും എന്നാണ് ബാലയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അഭിരാമി പറഞ്ഞത്. കുഞ്ഞിനോടുള്ള സ്നേഹമല്ല അയാളുടേത്, കുഞ്ഞിന്റെ അമ്മയോടുള്ള പകയാണെന്നാണ് അഭിരാമി പറയുന്നത്. മാത്രമല്ല തങ്ങളുടെ സംഗീതം സത്യം തങ്ങൾ അയാളുടെ കോടികൾ തട്ടിയെടുത്തിട്ടില്ല എന്നും തന്റെ ചേച്ചിയെ അത്ര ഉപദ്രവിച്ചത് കൊണ്ട് ജീവനും കൊണ്ടാണ് ചേച്ചി ഓടിയതെന്നും ആളുകൾ അറിയാതെയല്ലേ തങ്ങളെ വെറുക്കുന്നതെന്നും അഭിരാമി ചോദിച്ചിരുന്നു. അയാൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് തെളിവുണ്ടോ? എന്തൊരു വേദനയാണ് അയാൾ ഞങ്ങൾക്ക് തരുന്നത് എന്നാണ് ബാലയെക്കുറിച്ച് അഭിരാമി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതേസമയം അമൃത സുരേഷ് ബാലയുടെ 2ാം ഭാര്യയായിരുന്നുവെന്നും നേരത്തെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അഭിരാമി പറഞ്ഞിരുന്നു. നേരത്തെ ഇക്കാര്യം അമൃതയും വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ചന്ദനയായിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ. തന്റെ ചേച്ചി 2ാമത്തെ ഭാര്യയാണ്. പിന്നീടാണ് എലിസബത്തിനെ വിവാഹം കഴിച്ചതെന്നും ഇപ്പോൾ മറ്റൊരു പേരും കേൾക്കുന്നുണ്ടെന്നും എന്നാൽ ഉറപ്പില്ലാത്തത് കാരണം അത് വെളിപ്പെടുത്തുന്നില്ലെന്നും അഭിരാമി പറഞ്ഞിരുന്നു. അതേസമയം ബാലയ്ക്കെതിരെയുള്ള അമൃതയുടെ വാക്കുകൾ വലിയ വാർത്തയായിരിക്കുകയാണ്. ബാലയുടെ വീട്ടിൽ ചോറ് തൊപ്പി കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മകളെ കുപ്പിവെച്ച് എറിഞ്ഞിട്ടുണ്ടെന്നും അമൃത കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. താൻ ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു, എന്നാൽ തന്റെ മകളെ കൂടി സൈബർ ആക്രമണത്തിന് ബാല ഇട്ടുകൊടുക്കുകയാണ്, ഇതിനാലാണ് പ്രതികരിച്ചതെന്നും അമൃത വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് കളമൊരുങ്ങിയത്. ഇതിനിടെ ചിലർ അമൃതയും കുടുംബത്തെയും പിന്തുണച്ചും വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തുന്നുണ്ട്. അതേസമയം 18 വയസ്സുള്ളപ്പോഴാണ് ഗായിക അമൃത സുരേഷ് നടൻ ബാലയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. വൈകാതെ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളായെങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂലം ഇരുവരും വേർപിരിഞ്ഞു. എന്നാൽ ബന്ധം നിയമപരമായി വേർപെടുത്തിയതിനു ശേഷവും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. മകളെ കാണാൻ സാധിക്കാത്തതും അവളുടെ കൂടെ ജീവിക്കാൻ കഴിയാത്തതിനും പരാതികളുമായി നിരന്തരം ബാല രംഗത്ത് വരാറുണ്ട്. പല അഭിമുഖങ്ങളിലും മകളെ കുറിച്ച് നടൻ സംസാരിക്കാറുമുണ്ട്. അടുത്തിടെയും പാപ്പു എന്ന് വിളിക്കുന്ന മകൾ അവന്തികയെ കുറിച്ച് ചില പരാമർശങ്ങൾ ബാല നടത്തിയിരുന്നു. അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം മകൾ അവന്തിക തന്നെ രംഗത്തെത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.